സുപ്രഭാതം. ഒരു മീറ്റിംഗ് റൂം ചിന്തിച്ചു നോക്കൂ. 10 പേർ ഇരിക്കുന്നു. ഒരാൾ തുടർച്ചയായി സംസാരിക്കുന്നു. മറ്റൊരാൾ തമാശ പറയുന്നു. മൂന്നാമൻ ആശയങ്ങൾ വേഗത്തിൽ അവതരിപ്പിക്കുന്നു. മുറിയുടെ കോണിൽ ഒരാൾ ശാന്തമായി ഇരിക്കുന്നു. അവൻ ഇടയ്ക്ക് തല കുലുക്കുന്നു, കുറിപ്പുകൾ എഴുതുന്നു. ആരും ചോദിക്കാതെ സംസാരിക്കുന്നില്ല. മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ പലരും ഒരു നിഗമനത്തിലെത്തും. അവൻ അധികം സംസാരിച്ചില്ല, അത്ര കോൺഫിഡൻ്റ് അല്ലെന്ന് തോന്നുന്നു. എത്ര വേഗത്തിലാണ് നാം മനുഷ്യരെ വിലയിരുത്തുന്നത്. സംസാരിക്കുന്നവനെ ഉത്സാഹമുള്ളവൻ എന്ന് വിളിക്കും, ശബ്ദമുള്ളവനെ ലീഡർ എന്ന് വിളിക്കും. പക്ഷെ നിശബ്ദമായവനെ പലപ്പോഴും ഒന്നും പറയാനില്ലാത്തവൻ എന്ന് കരുതും. ഇതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. നിശബ്ദനായ ഒരാൾ ശൂന്യനായ ആളല്ല. ഞാൻ കുട്ടിക്കാലത്ത് വളരെ അന്തർമുഖനായിരുന്നു. ക്ലാസ്സിൽ ഉത്തരം അറിയാമായിരുന്നാലും കൈ ഉയർത്താൻ ഭയമുണ്ടായിരുന്നു. ആളുകൾ സംസാരിക്കുമ്പോൾ ഞാൻ കേൾക്കുമായിരുന്നു. പലരും കരുതിയത് ഞാൻ ആത്മവിശ്വാസമില്ലാത്തവനാണ് എന്നാണ്. പക്ഷെ എൻ്റെ ഉള്ളിൽ ചിന്തകൾ ഇല്ലായിരുന്നില്ല. ചോദ്യങ്ങളുണ്ടായിരുന്നു, നിരീക്ഷണങ്ങളുണ്ടായിരുന്നു, സ്വപ്നങ്ങളുണ്ടായിരുന്നു, ഭയങ്ങളുണ്ടായിരുന്നു, ആഴത്തിലുള്ള സംഭാഷണങ്ങളും ഉണ്ടായിരുന്നു. നിശബ്ദത എന്നത് ചിന്തകളുടെ അഭാവമല്ല, പലപ്പോഴും അത് ചിന്തകളുടെ ആഴമാണ്. ഒരു ലൈബ്രറിയിലേക്ക് പോകൂ. അവിടെ ഏറ്റവും വിലപ്പെട്ട പുസ്തകങ്ങൾ ശബ്ദമുണ്ടാക്കുന്നില്ല. ഒരു വിത്തിനെ നോക്കൂ. മണ്ണിനടിയിൽ അത് നിശബ്ദമാണ്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഒരു വൃക്ഷം വളരുകയാണ്. ഒരു നദിയുടെ ആഴമുള്ള ഭാഗം പലപ്പോഴും ശാന്തമായിരിക്കും. വലിയ ശബ്ദമുണ്ടാക്കുന്നത് അധികം ആഴമില്ലാത്ത ഭാഗങ്ങളാണ്. ജീവിതത്തിലും ചില മനുഷ്യർ അങ്ങനെ തന്നെയാണ്. അവർ എല്ലാ സംഭാഷണത്തിലും പങ്കെടുക്കില്ല, ഓരോ അഭിപ്രായത്തിനും പ്രതികരിക്കില്ല, ഓരോ കൂട്ടത്തിലും കേന്ദ്രമാകാൻ ശ്രമിക്കില്ല. പക്ഷെ അവർ കേൾക്കുന്നു, ശ്രദ്ധിക്കുന്നു, മനസ്സിലാക്കുന്നു. ഒരു കോളേജ് പ്രൊഫസറുടെ കഥ കേട്ടിട്ടുണ്ട്. ക്ലാസ്സിൽ എപ്പോഴും ഒരാൾ വളരെ ശാന്തനായിരുന്നു. ചർച്ചകളിൽ കുറച്ച് മാത്രം സംസാരിക്കും. സഹപാഠികൾ അവനെ സൈലൻറ്റ് ഫെല്ലോ എന്ന് വിളിച്ചു. സെമസ്റ്റർ അവസാനത്തിൽ പ്രൊഫസർ ഒരു ഗവേഷണ പ്രൊജക്റ്റ് നൽകി. ഏറ്റവും ആഴമുള്ള സൃഷ്ടിപരമായ കൃത്യമായ പ്രൊജക്റ്റ് സമർപ്പിച്ചത് അതേ വിദ്യാർത്ഥിയായിരുന്നു. പ്രൊഫസർ ക്ലാസ്സിനോട് പറഞ്ഞു, നിങ്ങൾ അവൻ്റെ ശബ്ദം കുറച്ച് കേട്ടു, പക്ഷെ അവൻ്റെ മനസ്സ് വളരെ കാലമായി പ്രവർത്തിക്കുകയായിരുന്നു. എത്ര മനോഹരമായ വാചകം! നമ്മുടെ സമൂഹം പലപ്പോഴും പ്രകടനത്തെ ആഴത്തേക്കാൾ വേഗത്തിൽ തിരിച്ചറിയുന്നു. ഒരു പാർട്ടിയിൽ ശബ്ദമുള്ള ആളെ എല്ലാവരും ശ്രദ്ധിക്കും, പക്ഷെ കോണിലിരുന്ന് ഒരാളുടെ വിഷമം മുഴുവൻ കേൾക്കുന്ന ആളെ കുറച്ചു പേർ മാത്രമേ ശ്രദ്ധിക്കൂ. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ആളുകൾ ആരെ ഓർക്കും? എന്നെ കേട്ട ആളെ, എനിക്ക് ഇടം നൽകിയ ആളെ, എൻ്റെ വാക്ക് ഇടയ്ക്ക് മുറിക്കാത്ത ആളെ. നിശബ്ദരായ ആളുകൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ടാകാറുണ്ട്. അവർ മറ്റുള്ളവർക്ക് സ്വയം ആയിരിക്കുവാനുള്ള സ്ഥലം നൽകും. ഒരു ചായക്കടയിൽ ഞാൻ പതിവായി കാണുന്ന 2 സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഒരാൾ വളരെ സംസാരിക്കുന്നവൻ, മറ്റേയാൾ അധികം കേൾക്കുന്നവൻ. ഒരു ദിവസം സംസാരിക്കുന്നവൻ വിഷമത്തിലായിരുന്നു. ആ ദിവസം അവൻ ഏകദേശം 30 മിനിറ്റ് തുടർച്ചയായി തൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞു. അവസാനം ശാന്തനായ സുഹൃത്ത് വെറും ഒരു വാചകം പറഞ്ഞു, നീ ഇത്രയും ദിവസമായി ഇത് ഒറ്റയ്ക്ക് ചുമന്നുകൊണ്ടിരിക്കുകയായിരുന്നോ? സംസാരിച്ചിരുന്ന സുഹൃത്തിൻ്റെ കണ്ണ് നിറഞ്ഞു. അവനെ കരയിച്ചത് വലിയ ഉപദേശമല്ല, ആരോ യഥാർത്ഥത്തിൽ കേട്ടു എന്ന അനുഭവം ആയിരുന്നു. ഇന്ന് ലോകം വേഗത്തിലാണ്. ഉടൻ മറുപടി, ഉടൻ അഭിപ്രായം, ഉടൻ പ്രതികരണം. ഈ ശബ്ദത്തിനിടയിൽ നിശബ്ദരായ ആളുകൾ ചിലപ്പോൾ തെറ്റായി മനസ്സിലാക്കപ്പെടുന്നു. അവന് ഇൻട്രസ്റ്റ് ഇല്ല, അവൾക്കൊന്നും അറിയില്ല, അവൻ സോഷ്യലല്ല. പക്ഷെ പലപ്പോഴും സത്യം മറ്റൊന്നാണ്. അവർ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുന്നു. അവർ ആദ്യം നിരീക്ഷിക്കുന്നു, അവർ പറയുന്നതിനു മുൻപ് ചിന്തിക്കുന്നു. ചില മനുഷ്യരുടെ ശക്തി ശബ്ദത്തിലല്ല, സ്ഥിരതയിലാണ്. ഇവിടെ ഒരു പ്രധാന കാര്യം പറയണം. നിശബ്ദതയെ റൊമാൻറ്റിസൈസ് ചെയ്യാനും പാടില്ല. ചിലപ്പോൾ ആളുകൾ ഭയം കൊണ്ടും മിണ്ടാതിരിക്കും, ആത്മവിശ്വാസക്കുറവ് കൊണ്ടും മിണ്ടാതിരിക്കും. പക്ഷെ നാം ചെയ്യേണ്ടത് വിധി എഴുതലല്ല, മനസ്സിലാക്കലാണ്. ഒരു കുട്ടി ക്ലാസ്സിൽ സംസാരിക്കാത്തത് അവന് അറിവില്ലാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ തെറ്റായ ഉത്തരം പറയുമോ എന്ന ഭയമാണോ? ഒരു ജീവനക്കാരൻ മീറ്റിങ്ങിൽ മിണ്ടാത്തത് അവന് ആശയങ്ങളില്ലാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ അവൻ്റെ ആശയങ്ങൾ മുമ്പ് അവഗണിക്കപ്പെട്ടത് കൊണ്ടാണോ? ഒരു കുടുംബാംഗം കുറച്ച് സംസാരിക്കുന്നത് ആഗ്രഹമില്ലാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ വികാരങ്ങൾ പ്രകടിപ്പിക്കുവാൻ പഠിക്കാത്തത് കൊണ്ടാണോ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു നിരീക്ഷണം ഇതാണ്. ശബ്ദമുണ്ടാക്കാൻ വായ് മതി, അർത്ഥം സൃഷ്ടിക്കാൻ
ആഴം വേണം. ലോകത്തിലെ ചില മികച്ച എഴുത്തുകാർ, ശാസ്ത്രജ്ഞർ, കലാകാരന്മാർ, ചിന്തകർ അവർ എല്ലാവരും ഏറ്റവും ശബ്ദമുള്ള ആളുകളായിരുന്നില്ല. അവർ കൂടുതലായി ചെയ്തിരുന്നത് നിരീക്ഷിക്കൽ, ചിന്തിക്കൽ, ബന്ധിപ്പിക്കൽ, ആഴത്തിൽ അനുഭവിക്കൽ. ഇന്ന് ശാന്തരായ ആളുകളോട് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എല്ലാ മുറികളിലും ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ട ബാധ്യതയില്ല. നിങ്ങളുടെ മൂല്യം നിങ്ങളുടെ ഡെസിബൽ ലെവലിൽ അളക്കപ്പെടുന്നില്ല. നിങ്ങളുടെ ചിന്തകൾക്ക് വിലയുണ്ട്. നിങ്ങളുടെ നിരീക്ഷണങ്ങൾക്ക് ആഴമുണ്ട്. നിങ്ങളുടെ മൗനത്തിന് അർത്ഥമുണ്ട്. അതേസമയം നമ്മളൊക്കെ ഒരു കാര്യം ഓർക്കണം. ഒരു ശാന്തനായ ആളെ കണ്ടാൽ അവനെ എംപ്റ്റി എന്ന് കരുതരുത്. ഒരുപക്ഷെ അവൻ തൻ്റെ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുന്നവനായിരിക്കാം. ഒരുപക്ഷെ അവൾ തൻ്റെ വികാരങ്ങൾ ആഴത്തിൽ അനുഭവിക്കുന്നവളായിരിക്കാം. ഒരുപക്ഷെ അവർ ലോകത്തെ നമ്മൾ കാണാത്ത രീതിയിൽ കാണുന്നവരായിരിക്കാം. അവസാനമായി ഒരു ചിന്ത. രാത്രിയിൽ ആകാശം ഏറ്റവും ശാന്തമായിരിക്കും. പക്ഷെ അതേ നിശബ്ദതയിലാണ് നക്ഷത്രങ്ങൾ കാണപ്പെടുന്നത്. ചില മനുഷ്യരും അങ്ങനെ തന്നെയാണ്. അവർ മുറിയിലെ ഏറ്റവും ശബ്ദമുള്ളവർ അല്ല. പക്ഷേ നിങ്ങൾ യഥാർത്ഥത്തിൽ ശ്രദ്ധിച്ചാൽ അവരുടെ ഉള്ളിൽ ഒരു പൂർണ്ണ പ്രപഞ്ചം ഉണ്ടാകും. അതിനാൽ ഇന്ന് ഒരാളെ അവൻ്റെ ശബ്ദത്തിൻ്റെ അളവിൽ അല്ല, അവൻ്റെ സാന്നിധ്യത്തിൻ്റെ ആഴത്തിൽ കാണാൻ പഠിക്കാം. കാരണം ഒരു നിശബ്ദ മനുഷ്യൻ ശൂന്യനായ മനുഷ്യനല്ല. പലപ്പോഴും അവൻ ശബ്ദത്തേക്കാൾ വലിയ എന്തോ ഉള്ളിൽ വഹിക്കുന്ന മനുഷ്യനാണ്. നന്ദി. നിങ്ങളുടെ ഇന്നത്തെ ദിവസം കുറച്ച് സംസാരിക്കുന്ന ആളുകളുടെ ആഴവും മനുഷ്യരുടെ മൗനത്തിനുള്ളിലെ ലോകവും തിരിച്ചറിയാനുള്ള സംവേദനശേഷി നൽകട്ടെ.